അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഇബാദില്ലാ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്തെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നേതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ച സൃഷ്ടാവും കരുണാവാരിധിയുമായ പടച്ച തമ്പുരാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ദേശവ്യാപകമായി ആണവ കരാറിനെതിരായിട്ടുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആണവ കരാറിനെതിരായിട്ടുള്ള പരിപാടി, കേരളത്തിനു പുറത്ത് ആണവ കരാറിന് അനുകൂലമായിട്ടുള്ള പരിപാടി എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് രാജ്യവ്യാപകമായി ഇൻഡോ അമേരിക്കൻ ആണവ കരാറിനെതിരായിട്ട് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും വിവിധ പട്ടണങ്ങളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ ഏരിയകളിലും യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്ത് വില കൊടുത്തും ആണവ കരാറുമായി മുന്നോട്ടു പോകും എന്നതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന UPA സർക്കാരിൻ്റെയും മുന്നണിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും നിലപാട്. അത് പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക മാത്രമല്ല, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ പോലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് ആണവ കരാറെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനത അതിനെ എതിർക്കുന്നതെന്നും വിശദമാക്കി കൊടുക്കേണ്ടുന്ന ഒരാവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം അതിരറ്റ ദയാപരനായ പടച്ചവന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിർവഹിച്ചതായി ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. എന്തു വില കൊടുത്തും എന്ന വാചകത്തിന് വലിയ അർത്ഥമുണ്ട്. ആണവ കരാറിന് നാം വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിലമതിക്കുന്ന പലതും ആണവ കരാറിന് പകരമായി നാം നൽകേണ്ടതായി വരും. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വയം നിർണയാവകാശമാണ് എന്നാണ്. ആ സ്വയം നിർണയാവകാശം നമ്മൾ വാങ്ങിയെടുത്തിട്ടുള്ളത് കടുത്ത പരീക്ഷണങ്ങളിലൂടെയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരങ്ങളിലൂടെ, സമാധാനപരമായ പ്രക്ഷോഭങ്ങളിലൂടെ, വാഗൺ ട്രാജഡികൾ സൃഷ്ടിച്ചുകൊണ്ട്, ജാലിയൻ വാലാബാഗുകൾ സൃഷ്ടിച്ചുകൊണ്ട്, ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നാം നേടിയെടുത്തിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് നാം കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ഓരോ 5 കൊല്ലം കൂടുമ്പോഴും നാം പാർലമെന്റ് തെരഞ്ഞെടുക്കുന്നത്? എന്തിനാണ് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നാം തീറ്റിപ്പോറ്റുന്നത്? എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും ബുദ്ധിയുള്ള ഒരാളെന്ന് വിചാരിച്ച ഒരാളെ കണ്ടുപിടിച്ച് പ്രസിഡന്റിന്റെ കസേരയിലിരുത്തുന്നത്? എന്തിനാണ് ഏറ്റവും ബുദ്ധിയുള്ള ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ വ്യക്തികളെ തെരഞ്ഞെടുത്ത് വിവിധ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ സ്ഥാനപതിമാരായി നിയമിക്കുന്നത്?
എന്തിനാണ് നല്ല മെയ്ക്കരുത്തും കൈക്കരുത്തുമുള്ള ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത് ലക്ഷക്കണക്കായ സൈന്യങ്ങളായി രാജ്യത്തിന്റെ അതിർത്തികളിൽ വിന്യസിപ്പിക്കുന്നത്? നാം പണിപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള നമ്മുടെ സ്വയം നിർണയാവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. പക്ഷേ ഈ സംവിധാനങ്ങളെ മുഴുവൻ ഉപകരണങ്ങളാക്കിക്കൊണ്ട്, അവയെ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ടാമതൊരു സാമ്രാജ്യത്വ ശക്തി ഈ രാജ്യത്തിന് മേൽ അധികാരം വാഴാൻ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ രാജ്യനിവാസികളായ എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഈ കരാറിൽ ഒപ്പിടുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ പല വിധേനയുമുള്ള സ്വയം നിർണയാവകാശം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ ആണവായുധമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ഈ നാട്ടിലെന്നല്ല, ലോകത്ത് ഒരു രാജ്യത്തിനും ആണവായുധം ഉണ്ടാക്കുവാനുള്ള അവസരം ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഈ രാജ്യത്ത് ആണവായുധം ഉണ്ടാക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ രാജ്യത്തിലെ ഗവൺമെന്റിനും രാജ്യനിവാസികൾക്കുമായിരിക്കണം എന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിർബന്ധമുണ്ട്. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഇഷ്ടം പോലെ ആണവായുധം ഉണ്ടാക്കാമെന്നിരിക്കെ നമ്മുടെ രാജ്യം ആണവായുധം നിർമ്മിക്കണമോ വേണ്ടയോ എന്ന അഭിപ്രായം പറയാനുള്ള അവകാശം അത്തരം രാജ്യങ്ങൾക്ക് തീരൊഴുതി കൊടുക്കുന്നത് നമ്മുടെ സ്വയം നിർണയാവകാശത്തിന്റെ നിഷേധമാണ്. ആണവ ശക്തിയുടെ വികസനത്തെക്കുറിച്ചും ആണവോർജത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളെ സംബന്ധിച്ചുമുള്ള നമ്മുടെ തീരുമാനാധികാരം മറ്റൊരാൾക്ക് അടിയറ വെക്കേണ്ടതില്ല എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പോളിസി, വിദേശ നയം, നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയം നമുക്ക് സ്വീകരിക്കാൻ മാത്രം കഴിയുന്ന വിദേശ നയമായിരിക്കണം. അതിൽ മറ്റൊരാളുടെ പ്രചോദനം ഉണ്ടാകരുത്. ചേരിചേരാ രാജ്യത്തിന് നേതൃത്വം നൽകിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. രണ്ട് സാമ്രാജ്യത്വങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കെ ചേരിചേരായ്മ എന്ന് പറയാൻ മാത്രമല്ല, ചേരിചേരായ്മ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുവാൻ കഴിഞ്ഞ ഒരു രാജ്യത്തിന്റെ പിൻതലമുറക്കാരായ ആളുകൾ പൂർണ്ണമായി രാഷ്ട്രത്തിന്റെ സ്വയം നിർണയാവകാശത്തെ അമേരിക്കയ്ക്ക് അടിയറ വെക്കുന്ന നയസമീപനങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളോടുള്ള ശത്രുത, ആ ശത്രുത നാം വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശത്രുത നേരത്തെയുണ്ട്. ഇറാനോട് നമ്മൾ സൗഹൃദം ആഗ്രഹിക്കുന്നു, ഇറാൻ നമ്മോടും സൗഹൃദം ആഗ്രഹിക്കുന്നു. ഇറാനെ പോലെ ഏഷ്യയിലുള്ള ധാരാളക്കണക്കിന് രാജ്യങ്ങൾ പരസ്പര സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കാനുള്ള മണ്ണായി ഈ നാടിനെ ഉപയോഗപ്പെടുത്തണം എന്ന് കരാറിലൂടെ വ്യവസ്ഥ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ആക്രമണം നടത്തുന്ന സന്ദർഭത്തിൽ അമേരിക്കയോട് ആഭിമുഖ്യം പുലർത്താനേ നമുക്ക് പാടുള്ളൂ എന്ന് കരാറിൽ ഹൈഡ് വ്യവസ്ഥകളിൽ വ്യവസ്ഥ ചെയ്യുമ്പോൾ, നമ്മുടെ രാജ്യത്തിന്റെ വിദേശ പോളിസിയാണ് നാം മറ്റുള്ളവരുടെ മുമ്പാകെ അടിയറ വെക്കുന്നത്. ഞാൻ ആ വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമതായി, നമ്മുടെ രാജ്യം അടിയറ വെച്ച് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി കസേരയുടെ ഇമേജാണ്. ജവഹർലാൽ നെഹ്റു ഇരുന്നിട്ടുള്ള ഒരു കസേരയാണ്. ആ കസേരയിൽ ഇരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആ കസേരയെ അടിമത്തത്തിന്റെ കൊടിയടയാളമാക്കി മാറ്റിയിരിക്കുകയാണ്. അടിമത്തത്തിന്റെ കൊടിയടയാളമാക്കി മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷം എന്നെ അടിമയാക്കാൻ ശ്രമിച്ചു എന്ന്. അദ്ദേഹത്തിന്റെ വാചകങ്ങളിലെ ഏറ്റവും വികാരനിർഭരമായ വരികളാണത്. ഇടതുപക്ഷം എന്നെ അടിമയാക്കാൻ ശ്രമിച്ചു എന്ന്. ആരാണ് ഇടതുപക്ഷം?
ഇടതുപക്ഷം എന്ന് പറയുന്നത് UPA ഗവൺമെന്റിന് ശക്തമായ പിന്തുണ നൽകിയിട്ടുള്ള ഒരു വിഭാഗമാണ്. UPA ഗവൺമെന്റിന് വിശ്വാസ പ്രമേയത്തിന്റെ സമയം വരെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത് UPAയുടെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ പാർലമെന്റ് അംഗങ്ങളുടെ തീരുമാനത്തിന് വിധേയമാവുക എന്ന് പറയുന്നത്, ഈ രാജ്യത്തിലെ ജനങ്ങളുടെ അഭിഷ്ടത്തിന് വിധേയമാകുക എന്ന് പറയുന്നതിനെ ഡോക്ടർ മൻമോഹൻ സിംഗ് അടിമത്വം എന്ന് പറയുന്നു. അതിനെയാണ് അടിമത്വം എന്ന് പറയുന്നത്. പാർലമെന്റിന് വിധേയമാകുന്നത് അടിമത്വം, ജനങ്ങളുടെ അഭിഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നത് അടിമത്വം, രാജ്യത്തിന്റെ സ്വയം നിർണയാവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്നത് അടിമത്വം. എന്നാൽ ബുഷ് പറയുന്ന വാക്കുകൾക്ക് അടിയിൽ ഒപ്പിട്ടുകൊടുക്കുന്നത് സ്വാതന്ത്ര്യബോധവും. ഇതാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്? അമേരിക്ക വെക്കുന്ന എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട് ഒരു ആണവ കരാറിൽ ഒപ്പിട്ടുകൊടുക്കുന്നത് സ്വാതന്ത്ര്യവും, ഈ രാജ്യത്തിൽ തെരഞ്ഞെടുത്തയക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ അഭിപ്രായത്തെ പരിഗണിക്കുന്നതിനെ അടിമത്തവുമാക്കി മാറ്റുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി കസേരയെ അടിമത്തത്തിന്റെ കൊടിയടയാളമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. മാത്രമല്ല, പ്രധാനമന്ത്രി കസേരയെ ജനാധിപത്യ വിരുദ്ധതയുടെ അടയാളമാക്കി ഡോക്ടർ മൻമോഹൻ സിംഗ് മാറ്റി എന്നുള്ളതാണ്. എന്താണ് വിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വന്ന ദിവസം പാർലമെന്റിൽ നടന്നത്? അന്നെന്താണ് പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ നടന്നത്? അന്നെന്താണ് പാർലമെന്റിന്റെ പുറത്ത് നടന്നത്? അന്നെന്താണ് കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ ഓഫീസുകളിൽ നടന്നത്? ഈ രാജ്യത്തിലെ പവിത്രമായ ഒരു ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റുന്ന പ്രക്രിയകൾക്ക് നെടുനായകത്വം വഹിക്കുകയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ പവിത്രത, പ്രധാനമന്ത്രി കസേരയുടെ പവിത്രത ഈ ആണവ കരാറിന് വേണ്ടി നമുക്ക് നൽകേണ്ടി വന്നിട്ടുള്ള വിലയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ശക്തിയായി നാം എടുത്തു പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ബഹുസ്വരതയാണ്. നമ്മൾ അതിനെയാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. ഇന്ത്യൻ മതേതരത്വം രാജ്യത്ത് ലെജിസ്ലേച്ചറിന്റെ സ്വഭാവത്തിൽ നിലനിന്നിരുന്നത് എങ്ങനെയാണ്? ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ട് UPAയും ഇടതുപക്ഷവും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാണ് നിയമനിർമ്മാണ സംവിധാനത്തിൽ മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചിരുന്നത് എന്നർത്ഥം. ഫാസിസത്തിനെതിരെ ഏറ്റവും ശക്തമായ ഒരു മുന്നണിയായിരുന്നു കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വന്നിട്ടുള്ള UPA ഇടതുപക്ഷ സഖ്യം എന്ന് പറയുന്നു. ഇടതുപക്ഷം ഭദ്രമായ ഒരു കോട്ട പോലെ കോൺഗ്രസിന്റെ പിന്നാലെ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നത്, അഭിപ്രായ ഭേദങ്ങളെല്ലാം ഉള്ളതോടൊപ്പം തന്നെ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പുറത്ത് വരാനിരിക്കുന്നത് ഫാഷിസമാണ് എന്ന ഒരൊറ്റ ധാരണയിലായിരുന്നു. ഈ കരാറിലൂടെ സംഭവിച്ചത് എന്താണ്? ഫാസിസത്തിനെതിരായിട്ട് നിലവിൽ വന്നിട്ടുള്ള മതേതര ചേരിയുടെ ശിഥിലീകരണമാണ് സംഭവിച്ചു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ശിഥിലീകരണത്തിന്റെ ഉത്തരവാദിത്വം ഈ രാജ്യത്ത് ചിന്തിക്കുന്ന ഓരോ ജനതയും ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കില്ല. അത് കോൺഗ്രസിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കേണ്ടതാണ്. കോൺഗ്രസിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കേണ്ടതാണ്. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAയും തമ്മിൽ സഖ്യമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ച വളരെ വ്യക്തമായി നടന്നിട്ടുള്ളതുമായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ അഭിഷ്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഫാഷിസത്തിനെതിരായിട്ടുള്ള മതേതര ശക്തിയുടെ ശിഥിലീകരണത്തിന് കാരണമായിട്ടുള്ള ഈ ആണവ കരാർ അതുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആണവ കരാറിന് വേണ്ടി നാം കൊടുത്തിട്ടുള്ള വിലകളിൽ പ്രധാനപ്പെട്ട ഒരു വില ഇന്ത്യൻ മതേതരത്വ സങ്കല്പം എന്നുള്ള വിലയാണ്. നമ്മുടെ രാജ്യത്തെ
ഫാഷിസത്തിന് തീരൊഴുകി കൊടുക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും വില കൊടുത്തുകൊണ്ട് നേടിയെടുക്കേണ്ട ഒന്നാണോ ആണവ കരാർ? നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി അതോടുകൂടി പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? പരിഹരിക്കാൻ ഒരു ചെറിയ അളവ് കഴിയുമെങ്കിൽ തന്നെ എത്ര പതിറ്റാണ്ടുകൾ അതിന് പിടിക്കും? നമ്മുടെ രാജ്യത്തിന്റെ സകല താൽപര്യങ്ങളും സംരക്ഷിക്കുന്ന സ്വഭാവത്തിലുള്ളതാണോ ഈ ആണവ കരാർ? ആണവ കരാറോടുകൂടി നമ്മൾ ഒപ്പിടുന്ന എല്ലാ കരാറുകളും കൂടി നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് എന്തെന്തൊക്കെ കാര്യങ്ങളുണ്ടാകും, ഇതൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ആ വിഷയം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന പ്രസംഗകർ ഇവിടെയുണ്ട്. ഞാനതിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ 10 വയസ്സുള്ള ആ കാലഘട്ടത്തിലെ കുട്ടിയായി ചിന്തിച്ചു നോക്കി എന്നാണ്. ഞാൻ 10 വയസ്സുണ്ടായിരുന്ന സന്ദർഭത്തിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിക്കുന്ന ഓർമ്മയാണ് എനിക്കുള്ളത്. ആ ഓർമ്മയാണ് ഇത്തരമൊരു കരാറുമായി മുന്നോട്ട് പോകുവാൻ എനിക്ക് പ്രചോദനം എന്നാണ് പറയുന്നത്. വാക്കുകൾ വികാരനിർഭരമായതുകൊണ്ട് അതിലുള്ള സത്യസന്ധതയെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചുകൂടാ എന്നില്ലല്ലോ. ഡോക്ടർ മൻമോഹൻ സിംഗിനെ അറിയാവുന്ന ആളുകൾ, ഈ കരാറിന്റെ ആന്തരാർത്ഥങ്ങളെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നു, ആ 10 വയസ്സായിട്ടുള്ള നിഷ്കളങ്ക കുട്ടിയല്ല ചിന്തിച്ചത്. ലോകത്തിലെ 3ാം ലോക രാജ്യങ്ങളെയും ദരിദ്ര രാജ്യങ്ങളെയും പിഴിഞ്ഞ് ചോരയൂറ്റിക്കുടിക്കുന്ന സാമ്പത്തിക സംവിധാനങ്ങളുടെ മുൻ ഉദ്യോഗസ്ഥനാണ് സംസാരിച്ചത്. ആ മുൻ ഉദ്യോഗസ്ഥനാണ് കരാറുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലക്ഷക്കണക്കിന് രൂപ അത്തരം ഏജൻസികളിൽ നിന്ന് പെൻഷൻ പറ്റുന്ന, 1 രൂപ കൊണ്ട് മാത്രം, 1 രൂപ ശമ്പളം കൊണ്ട് മാത്രം പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് 10 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയായിട്ടല്ല ചിന്തിച്ചത്, മറിച്ച് ഇത്തരം സാമ്പത്തിക ഏജൻസികളുടെ മുൻ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഗ്രാമവാസിയുടെ കാഴ്ചപ്പാടിലൂടെ ചിന്തിച്ചിരുന്നുവെങ്കിൽ, ആ നിഷ്കളങ്കതയുടെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഊർജ പരിഹാരത്തിന് വേറെയും ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാകുമായിരുന്നു. നമ്മുടെ നാട്ടിൽ സൂര്യൻ ഉദിക്കാത്ത വല്ല ഗ്രാമങ്ങളുമുണ്ടോ? സൗരോർജം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൂടെ? നമ്മുടെ നാട്ടിൽ കാറ്റടിക്കാത്ത വല്ല ഗ്രാമങ്ങളുമുണ്ടോ? വായുവിൽ നിന്ന് ഊർജം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൂടെ? കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മാർഗങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൂടെ? നമ്മുടെ നാട്ടിൽ ജലവൈദ്യുതിക്ക് എത്ര സ്രോതസ്സുകൾ ഇനി ബാക്കിയുണ്ട്? ആ സ്രോതസ്സുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തപ്പെട്ടോ? ഇത്രയധികം ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിക്കാതെ തന്നെ നമ്മുടെ രാജ്യാവശ്യത്തിന്റെ ഊർജത്തിന്റെ 20%, 25% കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ടായിരുന്നു? ഒരു ഗ്രാമീണനായി ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഒരു ഗ്രാമീണ ബാലന്റെ നിഷ്കളങ്കതയോടുകൂടിയും ആവശ്യങ്ങളോടുകൂടിയും ചിന്തിച്ചിരുന്നുവെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ വികസിപ്പിച്ചെടുക്കാവുന്ന എത്രത്തോളം ഊർജ്ജസ്രോതസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ വിഷയം അതല്ല, വിഷയം മറ്റു പലതുമാണ്. വിഷയം ഒന്നാമതായി ഈ കരാറിലൂടെ നമ്മുടെ രാജ്യത്തെ അമേരിക്ക ഒരു സാമന്ത രാജ്യമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അവനുദ്ദേശിക്കുന്ന എല്ലാ സൈനികമായ പ്രോഗ്രാമുകൾക്കും അജണ്ടകൾക്കും ഇന്ത്യയെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അകക്കാമ്പ്. ഇപ്പോ കോൺഗ്രസ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് ആ ബാധയൊന്ന് ഒഴിഞ്ഞു കിട്ടി എന്നുള്ളത്. ആ ഇടതുപക്ഷം എന്ന് പറയുന്ന ബാധയൊന്ന് ഒഴിഞ്ഞു കിട്ടി. അട്ട കടിച്ചാലുണ്ടല്ലോ, അത് ഒന്ന് കൊടഞ്ഞ് അട്ടയെ ഒഴിവാക്കി കഴിഞ്ഞാലുള്ള ഒരു സുഖം.
അതുകൊണ്ട് കൊടഞ്ഞതിനെ ഒഴിവാക്കി ആ സുഖത്തിലാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത്. ആ സുഖത്തിലാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ പ്രോവിഡന്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള സംഖ്യകൾ പാവപ്പെട്ടവന്റെ ജീവിതത്തിന്റെ ശേഷിപ്പുകൾ ആഗോള കുത്തക ഭീപന്മാർക്ക് കൊടുക്കുവാനും അതുവഴി അവർക്ക് ലാഭമുണ്ടാക്കുവാൻ അവസരം ലഭിക്കുവാനും ഇവരുടെ കഞ്ഞിയിൽ, പാവപ്പെട്ട തൊഴിലാളിയുടെ കഞ്ഞിയിൽ പൂഴിവാരിയിടുവാനുമുള്ള തീരുമാനം വളരെ സുഖമായിട്ട് എടുക്കുവാൻ കഴിഞ്ഞത് ഈ ഇടതുപക്ഷം എന്ന മലബന്ധം ഒഴിഞ്ഞു കിട്ടിയതോടുകൂടിയാണ് എന്നാണ് പറയുന്നത്. ഇത് വളരെ അപകടകരമായ വർത്തമാനം. അപ്പോ വിദേശ രാജ്യത്തിന് അടിയറ വെക്കുക മാത്രമായിരുന്നില്ല ഉദ്ദേശം, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക്, വിദേശ കുത്തകകൾക്കടക്കം നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടുകൾക്ക് പ്രവേശനം അനുവദിക്കുവാൻ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ തടസ്സം നീക്കുക കൂടിയായിരുന്നു ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നാടുനേരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷം ഈ സമരത്തെ, ആണവ കരാറിനെ സമുദായവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിലൂടെ മുസ്ലിം സമുദായത്തിന്റെ വികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു വാചകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സമുദായം ഇതിനെ എതിർക്കുന്നത് സാമുദായികമായ വികാരങ്ങളോടുകൂടിയാണ് എന്നാണ്. ഇത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച ഏറ്റവും വലിയ ഒരു ആക്ഷേപമാണ്. മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഏറ്റവും വലിയ ഒരു ആരോപണവും ഒരാക്ഷേപവുമാണ് ഈ കരാറിനെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ എതിർക്കുന്നത് സാമുദായികമായിട്ടുള്ള വികാരത്തോടുകൂടിയാണ് എന്നുള്ള ആക്ഷേപം. അങ്ങനെ മനസ്സിലാക്കാൻ യാതൊരു ന്യായവുമില്ല. ന്യായമുണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടതാണ്. ഈ ന്യായത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾക്കൊരു ദേശീയ വികാരം ഉണ്ടായിക്കൂടാ എന്നാണ്. ഒരു സാമ്രാജ്യത്വ വിരുദ്ധ വികാരം, ദേശത്തോടുള്ള ഒരു സ്നേഹം, ദേശത്തിന്റെ ഭാവിയെക്കുറിച്ചൊരു താല്പര്യവും മുസ്ലിങ്ങൾക്കുണ്ടായിക്കൂടാ. അങ്ങനെ വല്ല വികാരവും അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാമുദായികമായ അടിസ്ഥാനത്തിൽ മാത്രമാകാനേ തരമുള്ളൂ. രാജ്യത്തോട് ഏതായാലും അവർക്കൊരു സ്നേഹമില്ലല്ലോ എന്ന വളരെ മോശപ്പെട്ട ഒരു അണ്ടർ എസ്റ്റിമേഷൻ ഈ വിഷയത്തിലുണ്ട്. മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തോടുള്ള സ്നേഹത്തെ ചോദ്യം ചെയ്യുകയാണ് ഈ വിചാരത്തിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്താ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തെ ഒന്ന് സ്നേഹിച്ചാലുള്ള കുഴപ്പം? അവരുടെ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന് മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തോടുള്ള സ്നേഹം കാരണമായാൽ എന്താ കുഴപ്പം? അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ള ഒരു വിചാരത്തിൽ നമ്മൾ എത്തിപ്പെടേണ്ട കാര്യം എന്താണ്? അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? എന്താ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിലും മുസ്ലിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടായിരുന്നില്ലേ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഭജിക്കുന്ന സന്ദർഭത്തിൽ പാകിസ്ഥാനിൽ പോകാനോ ഇന്ത്യയിൽ നിൽക്കാനോ അവസരമുള്ളവരായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാതെ ഇന്ത്യയെ ജീവിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഓപ്ഷൻ മുന്നിലുണ്ടായിട്ട് ആ ഓപ്ഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ. അവർക്ക് ഈ രാജ്യത്തോട് സ്നേഹമുണ്ടായിക്കൂടാ. ആണവ കരാറിനെ എതിർക്കുകയാണെങ്കിൽ എന്തോ സാമുദായിക വികാരങ്ങൾ പിന്നിലുണ്ടാകും എന്ന് വിലമതിക്കുന്നത് ഈ സമുദായത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പങ്കുവഹിച്ചിട്ടില്ലേ? അവരുടെ രക്തത്തിന്റെ കണം ഈ നാട്ടിൽ ഉറ്റുവീണിട്ടില്ലേ? എന്താ അവരുടെ വിയർപ്പിന്റെ കണങ്ങൾ ഈ ഭൂമിയുടെ മണ്ണിനെ ചാലിച്ചിട്ടില്ലേ? എന്താ അവർക്ക് ഈ രാജ്യത്തോട് സ്നേഹം ഉണ്ടായിക്കൂടാ എന്ന് വിചാരിക്കാനുള്ള കാരണം? യഥാർത്ഥത്തിൽ ഈ രാജ്യം ഒരു അപകടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തോന്നുമ്പോൾ രാജ്യത്തിലെ ഏത് പൗരനെ പോലെയും
ഇവിടുത്തെ മുസ്ലിം സമൂഹം വികാരം കൊള്ളുന്നുണ്ട്. പക്ഷെ മുസ്ലിം സമൂഹത്തിന് വേറെ ചില സവിശേഷതകൾ കൂടിയുണ്ട്. ആ സവിശേഷതകളിൽ ഒന്ന്, സ്വാതന്ത്ര്യ വാഞ്ച എന്നത്, സാമ്രാജ്യത്വ വിരുദ്ധ വികാരം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തമർപ്പിക്കുവാൻ മുസ്ലിം സമൂഹത്തിന് പ്രേരണ നൽകിയിട്ടുള്ളത് രാജ്യസ്നേഹവും സ്വാതന്ത്ര്യബോധവും സാമ്രാജ്യത്വ വിരുദ്ധ വികാരവുമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നത് ഇടതുപക്ഷം സാമുദായികമായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഗാന്ധിജിയിൽ നിന്നും നെഹ്റുവിൽ നിന്നുമൊക്കെ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പഠിക്കേണ്ടതായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ വികാരത്തെ ഗാന്ധിജി ഉപയോഗപ്പെടുത്തിയിരുന്നുവോ? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്ധനമായി മുസ്ലിം സമുദായത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ വികാരത്തെ ഗാന്ധിജി ഉപയോഗപ്പെടുത്തിയിരുന്നുവോ, നെഹ്റു ഉപയോഗപ്പെടുത്തിയിരുന്നുവോ, സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉപയോഗപ്പെടുത്തിയിരുന്നുവോ എന്ന് അന്നത്തെ ചരിത്രം പഠിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ ഒരു വികാരം മുസ്ലിം സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഈ വികാരത്തിന്റെ ആന്തരാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിനായിരുന്നു വോട്ട് നൽകിയിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് നൽകിയ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കൊരു വലിയ അവസരം ലഭിക്കുകയുണ്ടായി. ആ അവസരം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ആർജവമുള്ള ആണത്തമുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരും ബന്ധപ്പെടേണ്ടി വരുന്നവരുമായ ആളുകളെ ഉണർത്തുവാൻ ആ തെരഞ്ഞെടുപ്പ് തീരുമാനം സഹായകമായി എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നി ഇത് മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കക്ഷത്ത് വെക്കാവുന്ന ഒരു പ്രസ്ഥാനമല്ല. ഈ പ്രസ്ഥാനം സ്വന്തം അണികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആർജവമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒരു ദിവസം ഉച്ചക്ക് ഇന്ന കൂട്ടർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവസാനത്തെ ആൾക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന, അവസാനത്തെ പ്രവർത്തകയും വോട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം, ഒരു ഈടുറ്റ കരുത്തുറ്റ ആർജവമുള്ള സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ആളുകൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഈ കാര്യം സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്കും തിരിച്ചറിഞ്ഞു. അവർ സംശയിച്ചിരുന്നത് എന്താണ് ഇവർക്ക് ബാക്കിയുള്ള മതസംഘടനകൾ വോട്ട് ചെയ്യുന്നത് പോലെ തിരിച്ചൊന്നും ചോദിക്കാതെ വോട്ട് ചെയ്താൽ പോരെ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അങ്ങനെയല്ല. തങ്ങൾ ഇതുവരെ മതരാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഈ പ്രസ്ഥാനം ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള സ്വതന്ത്ര പ്രസ്ഥാനമാണിത് എന്ന് സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മനസ്സിലായി. കോൺഗ്രസിനായിരുന്നു കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായത് എന്നെനിക്ക് തോന്നുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചിരുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കാര്യം മറ്റവരോട് സംസാരിച്ചാൽ മതി എന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം നിങ്ങളോട് മാത്രമാണ് സംസാരിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് അവരുടെ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു, ഈ രാജ്യത്തിലെ പ്രത്യേകിച്ച് കേരള സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തിന്റെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും അധസ്ഥിത ദളിത് ജനവിഭാഗങ്ങളുടെയും ബോധമണ്ഡലം രൂപപ്പെടുത്തുന്നതിൽ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങളാണ്. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, മുസ്ലിം സമൂഹത്തിന്റെ യഥാർത്ഥ വികാരം എന്ത് എന്ന് ഞങ്ങൾക്കറിയാനുള്ള മാർഗം നിങ്ങളാണ്.
അതുകൊണ്ട് മുസ്ലിം സമുദായം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സ് തുറന്ന് ചിന്തിക്കുമെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. മുസ്ലിം സമുദായത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവർക്ക് രാജ്യസ്നേഹമുണ്ട്, വിദേശ അടിമത്തത്തോട് എന്നും അവരെതിരായിരുന്നു എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടുകളിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ലോകത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സ്വാതന്ത്ര്യം മറ്റുള്ള ഒരു കൂട്ടർക്ക് പണയം വെക്കുക എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിന് ഇഷ്ടമുള്ള കാര്യമായിരിക്കൂല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് നേതൃത്വം നൽകുന്ന ഗവൺമെന്റും സ്വയം നിർണയാവകാശത്തെ മറ്റുള്ളവർക്ക് പണയം വെക്കുന്നു എന്ന സ്വഭാവത്തിലുള്ള എന്തെങ്കിലും തീരുമാനമെടുക്കുകയാണെങ്കിൽ അതുതന്നെ മതി മുസ്ലിങ്ങളെ കോൺഗ്രസിൽ നിന്ന് അകറ്റാൻ. ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കൂ. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആത്മാഭിമാനമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലുമായുള്ള ബന്ധം ഉദാഹരണമാണ്. ഇസ്രായേൽ നിലവിൽ വന്ന സന്ദർഭത്തിൽ ആ രാജ്യം അവിഹിതമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള, ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനം, ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിൽ നിന്ന്, ഗാന്ധിജിയിൽ നിന്ന് എല്ലാം നമുക്കത് വായിച്ചെടുക്കാം. ഫലസ്തീൻ എന്ന് പറയുന്നത് ഫലസ്തീനികളുടേത് മാത്രമാണ്. അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അടിയോടിക്കപ്പെട്ട ഫലസ്തീൻ ജനതയെ ഫലസ്തീനിൽ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കണമെന്ന് ആർജവത്തോട് കൂടി പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണാധികാരികൾ. പക്ഷേ അവരുടെ പിന്തുണക്കാർ ഇസ്രായേലുമായി ചങ്ങാത്തം കൂടുന്നു എന്ന് മാത്രമല്ല, ആ ഇസ്രായേലും ഇന്ത്യയും ഒരുമിച്ച് ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് സൈനികാഭ്യാസം നടത്തുകയാണ്. അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ, ഉപഗ്രഹങ്ങൾ ഈ നാട്ടിൽ നടത്തുകയും തൊടുത്തുവിടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരന് സഹിക്കാൻ കഴിയുന്നതല്ല. ഇത് ഏതാനും സംഭവങ്ങളാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പരമ്പരയാണ് എതിർത്ത് ഒരു വാക്കുരിയാടാനുള്ള അവകാശമില്ലാതെ ആണവ കരാറോടുകൂടി സംഭവിക്കാൻ പോകുന്നത്. ഇത് ഉൾക്കൊള്ളാൻ, ഇതിന് യേസ് എന്ന് പറയാൻ, ഈ മന്ത്രിസഭയെ പിന്താങ്ങുന്നതാണ് അഭിമാനപൂർണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് കോൺഗ്രസിനോട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നേർക്കുനേരെ പറഞ്ഞിട്ടുള്ളത്. ഇനി മുസ്ലിം മനസ്സ് കോൺഗ്രസിൽ നിന്നോ സഖ്യകക്ഷികളിൽ നിന്നോ അകന്നു പോകുന്നതിന്റെ ഉത്തരവാദിത്തം ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം അത്രയും വ്യക്തമായ സ്വഭാവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മുമ്പിൽ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന സംഭാഷണങ്ങളിലാണത് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആശങ്ക നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നർത്ഥം. പക്ഷേ ആ ആശങ്കയെ മുതലെടുക്കാൻ, അതിനെ ഒരു സമ്മർദ്ദ ശക്തിയാക്കി മാറ്റാൻ, ആ സമ്മർദ്ദ ശക്തിയിലൂടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ തിരുത്തുവാൻ കോൺഗ്രസിന്റെ പ്രദേശ് കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിലൂടെ സംസ്ഥാന ജമാഅത്ത് പ്രവർത്തകരും അഖിലേന്ത്യാ നേതൃത്വവും കോൺഗ്രസിന്റെ മുമ്പാകെ വെച്ചിട്ടുള്ള ഈ ആശങ്കകളും അകറ്റുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ മനസ്സ്, രാജ്യത്തിലെ സ്വാതന്ത്ര്യവാഞ്ചയുള്ള ആളുകളുടെ മനസ്സ് കോൺഗ്രസിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ അടുപ്പിച്ച് നിർത്തുവാനുള്ള ഉത്തരവാദിത്വം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സ്ഫോടനങ്ങൾ നടന്നു പലയിടങ്ങളിലുമായി. നമ്മുടെ നാട്ടിലും സ്ഫോടനത്തെക്കുറിച്ച് ഭീഷണികളാണ്.
ആ ഭീഷണി എങ്ങനെ വരുന്നു എന്നൊക്കെ പത്രത്തിൽ നമ്മൾ വായിച്ചു. ഒരുത്തന് കാമുകിയായിട്ട് ഓടിപ്പോകണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ ഫോൺ വിളിച്ച് പറയാണ്. ആ ഫോൺ വിളിച്ച് പറയുമ്പോൾ ഭയങ്കര തെരച്ചിലോട് തെരച്ചിൽ. പക്ഷേ തെരച്ചിൽ നടക്കുന്നത് ട്രെയിനിന്റെ സീറ്റിന്റെ അടിയിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഹോട്ടൽ മുറിയിലും മാത്രമല്ല തെരച്ചിൽ നടക്കുന്നത്. മറിച്ച് ആ പുരോഹിതൻ വിളിച്ചു പറഞ്ഞതിനെക്കുറിച്ചുണ്ടായിട്ടുള്ള ആശങ്കകൾ തേടിപ്പോകുന്നത് എവിടെയെന്നറിയോ? സയ്യിദ് മൗദൂദിയുടെ പുസ്തകത്തിൽ, IPHന്റെ സാഹിത്യ സമ്പത്തിൽ, അവിടെയൊക്കെയാണ് തെരച്ചിൽ നടത്തുന്നത്. അവിടെ തെരഞ്ഞിട്ട് ചില സാധനങ്ങൾ ഇവർക്ക് കിട്ടണം. കിട്ടിയിട്ട് ഇങ്ങനെ കാമുകിയുമായി ഒളിച്ചോടാൻ ശ്രമിക്കുന്നവൻ പറയുന്നത് ഈ പ്രചോദനത്തിൻ പേരിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള റബ്ബുൽ ആലമീനായ തമ്പുരാൻ എന്തൊരു കഷ്ടപ്പാടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ TV ചാനലിൽ ചർച്ച കാണാറില്ലേ? ചർച്ചയ്ക്ക് സ്ഥിരം ചില ആളുകളുണ്ട്. ആ ആളുകൾ ഇരുന്ന് ചർച്ചയിൽ ഇങ്ങനെയുള്ള എന്തോ ഒരു ഭീഷണി അത് സൃഷ്ടിക്കുന്ന ഒരു വേജാറും ബദ്ധപ്പാടും ഒക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും പെട്ടെന്ന് ചാനലിൽ ചർച്ച പിടിച്ചു കൂട്ടുക. അപ്പൊ സ്ഥിരം ചില ആളുകളുണ്ട്. അവർ വന്നിട്ട് പറയും മൗദൂദിയുടെ പുസ്തകങ്ങളാണ് ഇതിനെല്ലാം കാരണം. ലോകത്ത് സയ്യിദ് മൗദൂദി ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നവോത്ഥാന നായകനാണ്. ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സയ്യിദ് മൗദൂദിയെക്കുറിച്ചുള്ള ഒരു ചിത്രമോ ഒരു റിപ്പോർട്ടോ ഉണ്ടാകും. ഇന്ത്യയിൽ, കേരളത്തിലെ ആനുകാലികങ്ങൾ മാതൃഭൂമിയിലോ മനോരമയിലോ പച്ചക്കുതിരയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മലയാളം ഇന്ത്യ ടുഡേ പോലെയുള്ള സംഗതികളിലോ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് മൗദൂദി. ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം തിരുവനന്തപുരത്താണോ കൊച്ചിയിലാണോ ജീവിക്കുന്നത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് കണ്ട വിചാരിക്കും അദ്ദേഹം ഇപ്പോഴും കുത്തിയിരുന്നിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. 30 കൊല്ലമായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്. അദ്ദേഹം ജീവിച്ചിരുന്നത് പാകിസ്ഥാനിലാണ്. പക്ഷെ സയ്യിദ് മൗദൂദി, കാരണം എന്താന്ന് വെച്ചാൽ ലോകത്തെങ്ങും നടക്കുന്ന നവജാഗരണ സംരംഭങ്ങൾക്ക് കരുത്തു പകർന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു നവജാഗരണം ലോകത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഈ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിക്ക് 100 ചില്ലാനം കോടി വരുന്ന മുസ്ലിം സമൂഹത്തെ മൂക്കിൽ വലിച്ചു കളയാൻ മാത്രമേ ഉണ്ടാകുമായിരുന്നു. ലോകത്തെവിടെയൊക്കെ തടയിടൽ സാമ്രാജ്യത്വത്തിന് നടത്തുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ നടത്തുന്നത് ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനങ്ങളുടെ ശ്രമഫലമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വേറെ വിഷയമാണ്, ഞാനതിലേക്ക് കടക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഈ സ്ഫോടനങ്ങൾ എപ്പോഴൊക്കെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. 1990-കളിൽ മുതൽക്കാണ് സ്ഫോടന പരമ്പരകൾ ഇവിടെ ശക്തിപ്പെടുന്നത്. ഭരിക്കുന്ന കക്ഷി അല്ലെങ്കിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും ഒരു അപകടത്തെ മുന്നിൽ കാണുന്ന ഘട്ടത്തിലാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത്, സ്ഫോടനങ്ങളും ഉണ്ടാകുന്നത്. എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വിശദമായി പറയാൻ എനിക്ക് സമയമില്ല. 90-കൾ മുതലാണല്ലോ ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും ബാബരി മസ്ജിദും രാമജന്മഭൂമിയും ചർച്ച ചെയ്യപ്പെടുന്നത്. ആ 90-കളിൽ തന്നെയാണ് ഘാട്ട് കരാറ് ഉൾപ്പെടെയുള്ള കരാറുകളിലൂടെ നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ സാമന്ത രാജ്യമായി മാറുവാനുള്ള അടിയൊഴുക്കുകൾ നടക്കുന്നത്. ഒരേ സമയത്താണ്. ചർച്ചയെ വഴിതിരിച്ചുവിടണം. ആ സമയത്ത് ആ ചർച്ചയെ വഴിതിരിച്ചു വിടുവാനുള്ള മാർഗങ്ങൾ അവർ കാണുന്നു. എന്നിട്ട് ചിലപ്പോൾ ഉപകരണങ്ങളായി വർത്തിക്കുന്നത് ഈ നാട്ടിലെ ഏതോ മതവിശ്വാസികളായിരിക്കും. അത് ഉപകരണങ്ങളാണ്. ആ ഉപകരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സാമ്രാജ്യത്വ ശക്തികളും അവരോട് ചേർന്ന് നിൽക്കുന്ന ഭരണ നേതാക്കളും തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പഠനങ്ങൾ ഒരിക്കലും ആ വഴിക്ക് നീങ്ങാറില്ല. പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ, ഒരുപാട് സംഘടനകൾ, കൃത്രിമ സംഘടനകൾ, ആ കൃത്രിമ സംഘടനകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലീസും ഇന്റലിജൻസ് വിഭാഗവും ചേർന്ന് ആസൂത്രണം ചെയ്യുന്നതാണത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് വല്ല റിപ്പോർട്ടും പുറത്തു വന്നോ? ഈ സ്ഫോടനങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രതികളാര് എന്ന് ഐഡന്റിഫൈ ചെയ്തോ? ഉടനെ തന്നെ കുറച്ച് പ്രതികളെ കണ്ട് വാരി വലിച്ചുണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അവരുടെ വീടും കുട്ടികളും പെണ്ണുങ്ങളും
എല്ലാം കൂടി ചിത്രത്തിൽ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അതിന്റെ സംഗതി തെരഞ്ഞു പോകുന്ന ഒരു ഏർപ്പാടില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, വളരെ ശക്തമായി ആരോപിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, സാമ്രാജ്യത്വത്തിന് രാജ്യം കീഴ്പ്പെട്ടു പോകുന്നതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് നാട്ടിൽ സ്ഫോടനങ്ങളും വർഗീയ കലാപങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പൊ ഏതാണ്ട് എല്ലാ പാർട്ടികളും ആപ്പിലാണ്. എല്ലാ പാർട്ടികളും ആപ്പിലാണ്. കോൺഗ്രസിന്റെ കഥ ഞാൻ പറയണ്ട. ബി.ജെ.പിക്ക് 10 MP-മാരെയാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെയും ഇമേജ് നല്ലൊരു ഇമേജ് ഒന്നുമല്ല. CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഇമേജും അത്ര നല്ല ഇമേജ് അല്ല. ടി.കെ. ഹംസ സാഹിബ് പറയുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നാണ്. നമ്മുടെ MP ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, കാരണം ഞങ്ങൾക്ക് ചാറ്റർജിയെ ചീറ്റർജി എന്ന് വിളിച്ച് കഴിഞ്ഞു. പക്ഷെ കോൺഗ്രസ് എങ്ങനെയാണോ ഒരു ചാറ്റർജിയെ ചീറ്റർജി എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഈ പാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരാലോചിക്കേണ്ടതുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾ എവിടെയൊക്കെ പിടിമുറിക്കും എന്നതിനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കണം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വരുന്നത് ഇത്രത്തോളമാണ്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പ്രതിസന്ധിയെ നേരിട്ട ഈ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് കാര്യങ്ങളെ വായിച്ചെടുക്കേണ്ടത്. എന്നിട്ടാണ് അപകടങ്ങൾ എവിടെയെന്ന് തിരയേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. വായിച്ചെടുക്കുവാൻ, അന്വേഷണങ്ങൾ ആ വഴിക്ക് തിരിച്ചുവിടുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. പക്ഷെ അന്വേഷണങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പോകില്ല. കാരണം നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. അവർ നയിച്ചുകൊണ്ടിരിക്കുന്ന പോലീസാണ്. അവർ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റലിജൻസ് വിഭാഗമാണ്. പത്രങ്ങളും അങ്ങനെ തന്നെ. ഇന്ത്യയിലും കേരളത്തിലും ചില പത്രങ്ങളുണ്ട്. ഗവൺമെന്റ് കൽപ്പിക്കുന്നതിനനുസരിച്ച് ഇന്റലിജൻസ് ബ്യൂറോ മെനഞ്ഞെടുക്കുന്ന കഥകളെ വാർത്തകളെന്ന പേരിൽ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നല്ല കൃത്യമായ ലേഖകന്മാരുണ്ട്. ലേഖകന്മാരുടെ പേര് ഇത്തരം ഒരു സാസിൽ പറയുന്നത് ശരിയല്ല. അതിനുവേണ്ടി 2 ഭാഗത്തു നിന്നും ശമ്പളം പറ്റുന്ന ആളുകൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും മതേതരത്വത്തിന്റെ കൊടിയടയാളം എന്ന് പറയാവുന്ന പത്രങ്ങളിൽ പോലും ഇന്റലിജൻസ് ബ്യൂറോ കൊടുക്കുന്ന തെറ്റായ റിപ്പോർട്ടുകൾ വെച്ച് കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേകം പരിശീലനം സിദ്ധിച്ചിട്ടുള്ള പത്രപ്രവർത്തകരുണ്ട്. നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ പത്രങ്ങൾ ഏതാണ്ട് മാന്യത കാണിക്കുന്നതാണല്ലോ, മര്യാദ കാണിക്കുന്നതാണല്ലോ. ഈ പത്രങ്ങളും മര്യാദ കാണിക്കുന്നില്ല. പത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. 1-2 സംഭവങ്ങൾ ഈ അടുത്തുണ്ടായി. ഈ എന്താ പറയാ, നമ്മുടെ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിച്ചു നോക്കുമ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളല്ല, ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഒരു ഭീഷണി മുഴക്കിയത്. അങ്ങനെ പിറ്റേ ദിവസത്തെ പത്രം എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥി എന്നൊക്കെയാണ്. ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നു 18 വയസ്സായി. പക്ഷെ പത്രം അവരുടെ പേര് പറയാൻ മടിച്ചിട്ട് കുട്ടിക്ക് 15 വയസ്സാക്കിയിട്ടാണ് റിപ്പോർട്ട്. ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി. അതൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നെങ്കിൽ അത് കുട്ടിയാവോ, അത് വലിയ ആളാവോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അയാളുടെ ഉമ്മ, അയാളുടെ വാപ്പ, അയാളുടെ പിന്നെ സഹോദരിമാര്, അയാളുടെ അളിയന്മാര്, അയാളുടെ മൂത്താപ്പ, ഇതൊക്കെ നമ്മുടെ ചാനലുകളുടെ മുന്നിൽ വരും, നമ്മുടെ പത്രങ്ങളുടെ മുന്നിൽ വരും എന്നുള്ളതാണ്. എന്ത് നീതിയാണ് നമ്മുടെ നാട്ടിലെ ദേശീയ പത്രങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ പുരോഹിതനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു മുസ്ലിയാരായിരുന്നുവെങ്കിൽ ഒന്ന് സങ്കല്പിക്കും, എന്തായിരുന്നു കുതൂഹലം. അയാൾ ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്നതുപോലും തീവ്രവാദത്തിന്റെ ഭാഗമായി മാറുമായിരുന്നു. ഇങ്ങനെയുള്ള തീവ്രവാദ ബന്ധമുള്ള ഇന്നാലിന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ മകന്റെ ജ്യേഷ്ഠത്തിയുടെ അനിയത്തിയുടെ കുട്ടിയുടെ മകനാണത്തെ ഇയാൾ പ്രേമിച്ചത് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തുരന്ന് കണ്ടുപിടിക്കുമായിരുന്നു എന്നുള്ളത്. ഇതല്ലേ നമ്മുടെ ന്യായം? ഇതല്ലേ നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തനം? ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ഉണർന്ന് ചിന്തിക്കണം. ഈ പത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വിളമ്പുന്നതും ഈ ഇന്റലിജൻസ് ബ്യൂറോ നമുക്ക് കാച്ചിത്തരുന്നതുമായ ആ സാധനം മാത്രമല്ല, നമ്മുടെ കണ്ണൊന്ന് തുറന്ന് അകത്തൊന്നും തുറന്നിട്ട് ഒന്ന് നോക്കണം എന്നാണ് എനിക്ക് അത് സംബന്ധമായി പറയുവാനുള്ളത്.
സ്ഫോടനങ്ങൾ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ ശക്തിയുടെ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് നമ്മൾ ആരോപിക്കുന്നത് ആ അർത്ഥത്തിലാണ്. എനിക്ക് പറയുവാനുള്ളത്, നമുക്ക് ഉടനെ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധതയുടേതായ, വിരുദ്ധ സമൂഹത്തിൻ്റെതായ ഒരു സമരം ശക്തിപ്പെടുത്തുകയാണ്. പാർലമെന്റിൽ പക്ഷേ പാർലമെന്റ് അംഗങ്ങളല്ല അവതരിച്ചത്, കോർപ്പറേറ്റ് മുതലാളിമാരാണ്, അവരുടെ ഏജന്റുമാരാണ്. അതുകൊണ്ട് അവിടെ വെച്ച് ആശ്രമം പരാജയപ്പെട്ടു. ഇനി അത് കൈകാര്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ സ്വാധീനമില്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ജനങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുകയും മതിയായ പിന്തുണ വിഷയത്തിൽ നൽകുകയും വേണം. ഇടതുപക്ഷങ്ങളും മതസമൂഹങ്ങളും തമ്മിലുള്ള ഒരു കൂട്ടായ്മ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി സുതാര്യമായിട്ടുള്ള ഒരു സമീപനം, കുറെ കൂടി വ്യക്തതയോടുകൂടിയിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ വിരുദ്ധ വികാരം ചില ആളുകൾക്ക് അവരുടെ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും രൂപപ്പെട്ടു വരിക. കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുതലാളിത്തത്തോടുള്ള ഒരു ശത്രുത രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇസ്ലാമിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്രാജ്യത്വത്തോടും മുതലാളിത്തത്തോടും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ശത്രുതയുണ്ട്. സാമ്രാജ്യത്വത്തോട് മാത്രമല്ല ശത്രുത, മുതലാളിത്തത്തോടും ശത്രുതയുണ്ട്. അതുകൊണ്ട് വിവിധ കാരണങ്ങളാൽ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ ചേരി കെട്ടിപ്പടുക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനിടക്ക് CPMന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള ചില സമീപനങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാഠപുസ്തക വിവാദമുണ്ടായി. ആ പാഠപുസ്തക വിവാദത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിലകൊണ്ടത് ഈ രാജ്യത്തിലെ വിശ്വാസികളുടെ കൂടെയാണ്. അപ്പൊ ചില ആളുകൾ നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഇമേജിന് അല്പം കോട്ടം തട്ടിപ്പോയി, നിങ്ങൾക്കൊരു സാമുദായികമായ ഇമേജ് വന്നുപോയി. അങ്ങനെ ഇമേജ് എന്ന് പറയുന്നത് ഒരു സംഭവം കൊണ്ടും രണ്ട് സംഭവം കൊണ്ടും ഇല്ലാതാക്കാൻ കഴിയുന്നതോ ഉണ്ടാകാൻ കഴിയുന്നതോ ആയിട്ടുള്ള ഒരു സംഗതിയൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് ആളുകൾക്കറിയാം. കാരണം സാമുദായികതയുടെ ഒരംശലേശവും ഇല്ലാതെയാണ് ഈ പ്രസ്ഥാനം ജന്മം കൊണ്ടത്. സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എതിരിട്ട് പാകിസ്ഥാൻ വിഭജനവാദത്തിനെതിരായി പരിശ്രമിച്ച് പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിന് സാമുദായികതയിലേക്ക് നീങ്ങാൻ കഴിയില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി വിശ്വാസികളുടെ പക്ഷത്തായിരുന്നു. എന്തുകൊണ്ട് വിശ്വാസികളുടെ പക്ഷത്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മതരഹിത സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ചില ആളുകൾ വിചാരിക്കുന്നു. മതരഹിത സമൂഹത്തെ സൃഷ്ടിക്കാൻ ചില ആളുകൾ വിചാരിക്കുന്നു. ആ ആളുകളുടെ ഒളി അജണ്ട, അവർക്ക് പറ്റുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയായി വന്നു എന്ന ഒരു കാരണത്താൽ ഒളിച്ച് പാഠപുസ്തകത്തിലേക്ക് കടത്താൻ ശ്രമിക്കുന്നു. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി വിശ്വാസികളോടൊപ്പം നിൽക്കുവാനുള്ള കാരണം. അന്ന് തന്നെ ഞങ്ങളത് വ്യക്തമാക്കിയിരുന്നതാണ്. ഞങ്ങൾ ഇന്ന കാരണത്താലാണ് ഈ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുന്നത്. മതമില്ലാത്ത ആളുകൾ രാജ്യത്തെവിടെയും ജീവിച്ചുകൂടാ എന്നൊന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് അഭിപ്രായമില്ല. മതമില്ലാത്ത ആളുകൾക്ക് ജീവിക്കുവാൻ, സ്വതന്ത്രമായി ജീവിക്കുവാനും ആശയപ്രചരണങ്ങൾ നടത്തുവാനും ഈ നാട്ടിൽ അവസരമുണ്ടാകേണ്ടതുണ്ട്. അതേ അവസരത്തിൽ മതവിശ്വാസികളായ ആളുകൾക്കും ജീവിക്കുവാനും അവരുടെ വരും തലമുറയെ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തുവാനുമുള്ള അവസരം അവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. മതമില്ലാതെ വളർത്തപ്പെടുന്ന കുട്ടി വേണമെങ്കിൽ മതവിശ്വാസിയായിക്കൊള്ളട്ടെ. മതവിശ്വാസിയായി വളർത്തപ്പെടുന്ന ഒരു കുട്ടി ഭാവിയിൽ മതമില്ലാത്തവനായിക്കൊള്ളട്ടെ. എന്താണ് ഇപ്പൊ അതിൽ ആളുകൾക്ക് പ്രയാസമുള്ളത്? പക്ഷേ നമ്മുടെ രാജ്യം ഒരു മതരഹിത സമൂഹത്തെയല്ല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ രാജ്യം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് വിവിധ മതങ്ങൾക്കിടയിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു സമൂഹത്തെയാണ്. അത്തരമൊരു സമൂഹത്തെയാണ് നമ്മുടെ രാജ്യം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. അതിനാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുന്നത്. അതിനാണ് ചെറുപ്പത്തിൽ വിവിധ നിറങ്ങളും വിവിധ സൗരഭ്യങ്ങളും വിവിധ ആകൃതികളുമുള്ള പുഷ്പങ്ങൾ ഒരേ
പിന്നെ പൂവാടിയിൽ എന്ന പോലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത് ഈ വൈവിധ്യത്തിന്റെ പാരസ്പര്യത്തെ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയാണ്. പിന്നെ മതവിശ്വാസികൾക്ക് ആ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ വളർത്താനും അങ്ങനെ വളർന്നു വരാനും എന്നിട്ട് സമാധാനപരമായ സഹവർത്തിത്വത്തിനും ഉതകുന്ന പാഠങ്ങളാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകേണ്ടത്. ബാക്കി മതരാഹിത്യത്തിനു വേണ്ടിയുള്ള പാഠങ്ങൾ അതിപ്പോൾ അവസാനമായി തീരുമാനിച്ചതുപോലെ യുക്തിവാദിയുടെയോ പാർട്ടി യോജന സംഘടനയുടെയോ ലഘുലേഖകളിൽ വരേണ്ടതാണ്. അത് നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലഘുലേഖകളിൽ വരേണ്ടുന്ന കാര്യം പാഠപുസ്തകങ്ങളിൽ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതിനെതിരെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സാന്നിധ്യമുണ്ടായി. പക്ഷേ കോർഡിനേഷൻ കമ്മിറ്റി ഇന്നോളം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പരിപാടിയും ജനാധിപത്യ രഹിതമായിട്ടുള്ള ജനാധിപത്യേതരമായിട്ടുള്ള സമരപരിപാടികളായിരുന്നില്ല എന്നുള്ളതാണ്. ജനാധിപത്യക്രമത്തിൽ അംഗീകരിക്കപ്പെട്ട സമരപരിപാടികളിലൂടെ കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് പോയി. ആദ്യമായി കണ്ടത് മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ചെന്നു കാണുകയാണ് ആദ്യമായി ചെയ്ത പ്രവർത്തനം. ആ സമയത്ത് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ നിഷേധാത്മകമായ സമീപനമുണ്ടായി. അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു, മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, മനസ്സിലാക്കാത്തതല്ല പ്രശ്നം, മനസ്സിലാക്കിയതാണ് പ്രശ്നം. അതായത് ഈ ഒളിഞ്ഞളിഞ്ഞണ്ടകളെക്കുറിച്ച് തിരിച്ചറിയുവാനുള്ള പ്രാപ്തി ഇന്ന് മതസമൂഹങ്ങൾക്ക് കൈവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നത്തെ നിങ്ങൾ വിശദീകരിച്ചാൽ തീരുന്നതല്ല. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചു. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ജീവിക്കുന്ന മതസമൂഹങ്ങളുടെ മനസ്സിന് പ്രയാസമില്ലാത്ത രൂപത്തിൽ വിവിധ മതങ്ങൾക്കിടയിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന് വേണ്ടിയുള്ള പ്രചോദനം നൽകുന്ന രൂപത്തിൽ പാഠപുസ്തകം പൂർണ്ണമായും മാറ്റി എഴുതും, വിദഗ്ധ സമിതി അതിന് തയ്യാറാകും എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിചാരിക്കുന്നത്. അതുവരെ മതരഹിത സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനെതിരായിട്ട് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന് സമാനമായി വിവിധ മതങ്ങൾക്കിടയിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തെരുവുകളിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി നടത്തും. ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ. മതരഹിത സമൂഹത്തെ സൃഷ്ടിച്ചല്ലോ പല രാജ്യങ്ങളിൽ. അവിടെ എന്താ സംഭവിച്ചത് എന്നത് വിശദീകരിക്കാനുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. അവിടങ്ങളിലൊക്കെ ഇപ്പോഴെന്ത് സംഭവിച്ചു എന്ന് വിശദീകരിക്കാനുണ്ട്. പിന്നെ പാഠപുസ്തകം ചോദിക്കുന്നത് എന്താ, മതങ്ങൾക്കിടയിൽ വൈവിധ്യങ്ങളില്ലേ, ഒരേ മതത്തിൽ തന്നെ പരസ്പരമുള്ള എതിർപ്പുകളില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം തിരിച്ചു ചോദിച്ചുകൂടെ? മതേതര പ്രസ്ഥാനങ്ങളിൽ വൈവിധ്യങ്ങളില്ലേ, അവിടെ ഗ്രൂപ്പുകളില്ലേ, പാർട്ടികൾ പിളർന്നു പോയിട്ടില്ലേ, ആ പിളർന്നു പോകുന്ന പാർട്ടികൾക്കിടയിൽ ഗ്രൂപ്പ് വഴക്കുകളില്ലേ, ആ ഗ്രൂപ്പ് വഴക്കുകൊണ്ട് കേരളത്തിൽ മനുഷ്യന് നടക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ തിരിച്ചു ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. പിന്നെ മതം കാരണമായിട്ട് സംഘട്ടനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മതം കാരണമായിട്ടാണ് സംഘട്ടനം ഉണ്ടായിട്ടുള്ളെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, മതരഹിത പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാന ലോകങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടില്ലേ? എന്തായിരുന്നു ചൈനയിലെ സാംസ്കാരിക വിപ്ലവം? എന്തായിരുന്നു റഷ്യയിൽ സംഭവിച്ചത്? എന്താണ് ലോകത്ത് സോവിയറ്റ് യൂണിയന്റെ പതനം വരെ സംഭവിച്ചുകൊണ്ടിരുന്നത്? എന്താണ് സ്റ്റാലിൻ ചെയ്തത്? ഇതൊക്കെ ചോദിക്കാനില്ലേ? തിരിച്ചു ചോദിക്കാനുണ്ട്. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മുടെ കയ്യിൽ ബാക്കിയാണ്. മതങ്ങളാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്, മതങ്ങളാണ് വർഗീയത സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് പാനൂരിലെ മറ്റേ സ്കൂളിലും പഠിപ്പിക്കണ്ടേ? ഏത് സ്കൂളിൽ? വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധ്യാപകന്റെ തല വെട്ടിയിട്ട് ആ തല ഉരുണ്ടിങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ഇന്നും കൗൺസിലിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടില്ലാത്ത സ്കൂളുണ്ടല്ലോ, ആ സ്കൂളിലും പഠിപ്പിക്കണ്ടേ മതമാണ് പ്രശ്നം, മതമാണ് സംഘടനകൾക്ക് കാരണമായിട്ടുള്ളത് എന്നത് കാര്യം? അവിടുത്തെ അധ്യാപകനത് പഠിപ്പിക്കാൻ കഴിയോ? ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മതരഹിത സമൂഹങ്ങളെക്കുറിച്ചും മതമാണോ പ്രശ്നം, മതപരാഹിത്യമാണോ പ്രശ്നം എന്നതിനെക്കുറിച്ചും നമുക്ക് കുറച്ച് വർത്തമാനം പറയാനുണ്ട്. പക്ഷെ ആ തരം വർത്തമാനങ്ങൾ, ഞാൻ പറയുന്നത്, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സാമ്രാജ്യത്വ
വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലമാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആദർശ പ്രസ്ഥാനങ്ങൾ രാജ്യത്തിൽ നിലനിൽക്കുന്ന ബഹുസ്വരതയെ സർഗാത്മകമാക്കണമെന്നും അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരണമെന്നും ഉദ്ദേശിക്കുന്ന പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങൾ അത് ദൗർബല്യമാണ് എന്ന് വിചാരിച്ച് അത് ചൂഷണം ചെയ്യാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായിരുന്നാലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, എന്താണ് ആണവ കരാറിന് പിന്നിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് ഉറച്ച നിലപാട് സ്വീകരിക്കണം. ഈ അഴകുഴമ്പം നിലപാടിനെ കൊണ്ടൊന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയും. ഞാൻ പറയുന്നു, ഈ പ്രായം ചെന്ന ആളുകൾ കുറെ എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം ഓർത്ത് വല്ലാതെ ഒന്നും ബേജാറാവണ്ട. നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ഈ ആണവ കരാർ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ഈ ആണവ കരാർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുന്നത് 10, 20, 30, 50, 100 ഒക്കെ കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ചിലപ്പോൾ 1000 കൊല്ലം കഴിഞ്ഞാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ തീരില്ല. നിങ്ങളുടെ അടുത്ത തലമുറക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ ജീവിക്കണമോ, അടുത്ത തലമുറക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കണമോ എന്നുള്ള ചോദ്യമാണ് മറുപടി നൽകപ്പെടേണ്ടുന്ന ചോദ്യം. നമ്മുടെ നിലപാട് അതിനനുസൃതമായിട്ടുള്ളതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇന്ത്യ US ആണവ കരാർ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഈ കരാർ ഇന്ത്യക്ക് ഒരുപാട് ഊർജ ലഭ്യതയുണ്ടാവും, ഊർജ പ്രതിസന്ധിയുണ്ട്. ഇപ്പൊ കേരളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒക്കെയാണ്. ഈ കരാർ ഒപ്പിട്ടാൽ നമ്മുടെ ഊർജ പ്രതിസന്ധി മുഴുവൻ തീരുമെന്ന് വിശ്വസിച്ച് ഇതിന്റെ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതിന്റെ സാമ്രാജ്യത്വത്തിന് കീഴടങ്ങുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ സംബന്ധിച്ചോ ഇവിടെ പലരും സംസാരിച്ചിരിക്കും, ഇനിയും പലരും സംസാരിക്കും. എങ്കിൽ പോലും സാമ്രാജ്യത്വത്തിന് കീഴടങ്ങിയാലും വിരോധമില്ല, ഊർജം കിട്ടുമെങ്കിൽ നന്നായി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ മുമ്പ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കുക, ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ കുഴപ്പത്തിലാകുമായിരുന്നു എന്ന രൂപത്തിൽ. അവർ വന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോയത് എന്ന് വിശ്വസിക്കുന്ന പ്രധാനമന്ത്രിയുടെ ക്ലാസിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടാവും. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒന്നും അറിയില്ല. സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ ദൂരമുള്ളൊരു കാര്യമാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ വേണ്ടത് വൈദ്യുതിയാണ് എന്നും വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു വൈദ്യുതിയാണ് ആണവ വൈദ്യുതി എന്നും ഒക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ കരാർ വഴി ഈ രാജ്യത്ത് എന്ത് ഊർജ സുരക്ഷയാണ് ഉണ്ടാവുക എന്ന ഒറ്റ വിഷയം മാത്രമാണ്. മറ്റു വിഷയങ്ങളൊക്കെ ഇവിടെ ആളുകൾ സംസാരിക്കും. ഈ കരാർ കൊണ്ട് ഇന്ത്യക്ക് എത്ര ഊർജമുണ്ടാവും? ആ ഊർജം സുരക്ഷിതമാണോ? ആ ഊർജത്തിന് എന്ത് വിലയാവും? ആ ഊർജം എല്ലാ കാലത്തേക്കും കിട്ടുമോ? എല്ലാ കാലത്തേക്കും ഗുണകരമായ ഒരു സാങ്കേതിക വിദ്യയുണ്ടോ? അത് പരാശ്രിതമാണോ സ്വാശ്രിതമാണോ? നമ്മുടെ നിലവിലുള്ള ഊർജ ഉൽപാദന മേഖലകളെ അതെങ്ങനെ ബാധിക്കുന്നു? ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറയുന്നത്. ഒരു സാങ്കേതിക വിദഗ്ധൻ എന്ന നിലയ്ക്ക് എനിക്ക് കൂടുതൽ പറയാൻ നല്ല മേഖല അതാണ് എന്നതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, എത്ര ഊർജത്തെ പറ്റിയാണ് മൻമോഹൻ സിംഗും അല്ലെങ്കിൽ ആണവ കരാറിനെ പിന്താങ്ങുന്നവരും സംസാരിക്കുന്നത്? അവർ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ആണവ ഊർജ ഉൽപാദനം 4000 മെഗാവാട്ടാണ്. ഇന്ത്യയുടെ മൊത്തം ഉൽപാദനം 1,00,000-ലധികം മെഗാവാട്ടാണ്. എന്ന് പറഞ്ഞാൽ 4% താഴെയാണ് ഇപ്പോഴുള്ള ഊർജ ഉൽപാദനം ആണവം. അതും സ്ഥാപിത ശേഷിയിലാണ്, യഥാർത്ഥ ഉൽപാദനത്തിൽ കുറയും. കാരണം നമ്മുടെ ആണവ നിലയങ്ങൾ വേണ്ടത്ര മറ്റ് നിലയങ്ങൾ പോലെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ പറയുന്ന ആണവ കരാറിനെ പിന്താങ്ങുന്ന ആളുകൾ പറയുന്ന കണക്കനുസരിച്ച് 2021 ആകുമ്പോൾ ഇന്ത്യയുടെ ആണവ ഉൽപാദന ശേഷി ഇന്നത്തെ 4-ൽ നിന്ന് 30,000 മെഗാവാട്ടായി ഉയരും എന്നാണ്. ഇതെന്റെ കണക്കല്ല, പ്ലാനിംഗ് കമ്മീഷന്റെ കണക്കാണ്.
പ്ലാനിംഗ് കമ്മീഷൻ ഈ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഇതിനായി വകയിരുത്തിയിരുന്ന ഒരു തുകയുണ്ട്. ഇതിൽ പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ ഇത് എത്ര ഇറക്കുമതി ചെയ്ത നിലയം, എത്ര സ്വന്തം നിലയം എന്നൊക്കെ കണക്കിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ 30,000 മെഗാവാട്ടിൽ അല്ലെങ്കിൽ അധികമാകാൻ പോകുന്ന മെഗാവാട്ട് മുഴുവൻ ഇറക്കുമതി ചെയ്ത നിലയങ്ങളും ഇന്ധനങ്ങളും കൊണ്ട് സാധ്യമാക്കാൻ ഈ കരാർ ആവശ്യമാണ് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സാധ്യമാണോ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്തു വിലയ്ക്ക് അത് സാധ്യമാണ്? ഈ പറയുന്നത് പ്രായോഗികമായി സാധ്യമായി എല്ലാം നന്നായാൽ തന്നെ അന്നത്തെ ഊർജത്തിന്റെ എത്ര ശതമാനമാണ് ഈ ആവശ്യം? അതുകൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. 2021 ഇപ്പോഴത്തെ പ്രൊജക്ഷൻ അനുസരിച്ച് ഇന്ത്യക്ക് ആവശ്യമുള്ളതിന്റെ 6% ഊർജമാണ് ഈ 30,000 മെഗാവാട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അന്നും 94% നമ്മൾ മറ്റ് ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വരും. ഇന്ത്യയുടെ മുഴുവൻ ഊർജാവശ്യവും പരിഗണിക്കുന്നതാണ് ഇത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. വെറും 6% ഊർജത്തിനാണ്. ഇനി ഇത് എന്ത് വിലയ്ക്കാണ് ഉണ്ടാകുന്നത്? ആണവ നിലയങ്ങൾ അതിന്റെ ആണവ ഊർജത്തിന്റെ വില കണക്കാക്കുന്നത് ഇപ്പോൾ പോലും ശരിയായ രീതിയിലല്ല എന്ന് അമേരിക്കയിൽ അതുപോലെയുള്ള ഫ്രാൻസിലും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ കാരണത്തിലേക്ക് വരാം. ഇനി അതൊക്കെ മാറ്റിവെച്ചാൽ പോലും ഒരു താപനിലയം, കായംകുളം പോലെയുള്ള ഒരു താപനിലയം, അല്ലെങ്കിൽ മേട്ടൂർ പോലെ, അല്ലെങ്കിൽ തൂത്തുക്കുടി പോലെ കൽക്കരിയോ നാഫ്തയോ ഉപയോഗിക്കുന്ന LNG ഉപയോഗിക്കുന്ന ഒരു താപനിലയം സ്ഥാപിക്കാൻ ഇപ്പോൾ ശരാശരി ചെലവ് ഒരു മെഗാവാട്ടിന് ശേഷിക്ക് 3 കോടി രൂപയാണ്. പരമാവധി പോയാൽ 4 കോടി രൂപ. 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു 1000 മെഗാവാട്ടിന്റെ സ്റ്റേഷൻ ഇപ്പോൾ ആരംഭിച്ചാൽ 4 വർഷത്തിനകം പൂർത്തിയാക്കാൻ കഴിയും. നമ്മൾ അപ്പോ 4000 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 മെഗാവാട്ടിന്റെ ഒരു സ്റ്റേഷൻ അടുത്ത 4 വർഷത്തിനകം ഉൽപാദനം തുടങ്ങാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ വരിക, ഏറ്റവും കടുത്ത ആണവ പക്ഷപാതിക്ക് പോലും പറയാവുന്ന ഒരു കാര്യം, ഒരു മെഗാവാട്ടിന് 10 കോടി രൂപ ഇതിനു വേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്ന കണക്കല്ല. ഇറക്കുമതി ചെയ്ത നിലയങ്ങൾക്ക് ഇപ്പോഴത്തെ ഡോളർ കൺവേർഷൻ റേറ്റ് വെച്ച് ഒരു മെഗാവാട്ടിന് 10 കോടി രൂപയെങ്കിൽ 1000 മെഗാവാട്ട് നിലയമുണ്ടാക്കാൻ 10,000 കോടി രൂപ ചെലവ് വരും. അഥവാ 10,000-ൽ കൂടുതൽ വരും. 30,000-ഓ 40,000-ഓ മെഗാവാട്ട് ഉണ്ടാക്കണമെങ്കിൽ 4 ലക്ഷം കോടി രൂപ ഇപ്പോൾ മുടക്കിയാലാണ്. ഈ നിലയത്തിന്റെ നിർമ്മാണ കാലാവധി 10 വർഷമാണ്. ഏറ്റവും വേഗത്തിൽ പോയാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് 18 വർഷമാണ് ഏറ്റവും ചുരുങ്ങിയത്. നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യ വെച്ച് 12 വർഷം. 2021 എന്ന് പറയുന്നത് 12 വർഷമാണ്. 12 വർഷം കൊണ്ട് ഇപ്പോൾ 4 ലക്ഷം കോടി രൂപ മുടക്കിയാൽ 12 വർഷം കൊണ്ടുണ്ടാവുന്നത് 30,000 മെഗാവാട്ട്. 12 വർഷം. ഇനി കാലാവധി 12 വർഷമാകുന്നതോടുകൂടി തന്നെ ഇനി കണക്കാക്കുന്ന 10 കോടി രൂപ എന്നുള്ളത് വ്യത്യാസം വരും. കാരണം നമുക്കറിയാം, ഒരു വീട് പണി 1 വർഷം വൈകിയാൽ വീട് പണിക്ക് ചെലവ് എത്ര കൂടുമെന്ന്. ചെലവ് വരുന്ന മാത്രമല്ല, ഇൻട്രസ്റ്റ് ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയും. ഓരോ വർഷം ആദ്യം മുടക്കുന്ന പണത്തിന്റെ പലിശ കണക്കാക്കണം. അങ്ങനെയാണ്, ഇതൊക്കെ ബാങ്കിൽ നിന്ന് പണെടുത്തിട്ടാണ്. അപ്പൊ ആദ്യ വർഷം മുടക്കുന്ന പണത്തിന്റെ പലിശ 12 വർഷവും കണക്കാക്കി 12ാമത്തെ വർഷം ഉൽപാദനം തുടങ്ങുമ്പോൾ നമുക്ക് എത്ര രൂപ വരും? ഇപ്പൊ 4 ലക്ഷം കോടി രൂപയ്ക്ക് ഇപ്പൊ ആദ്യത്തെ വർഷം 50,000 കോടി, രണ്ടാമത്തെ വർഷം 20,000 കോടി, മൂന്നാമത്തെ വർഷം 50,000. അപ്പൊ ആദ്യ വർഷം മുടക്കിയതിന്റെ പലിശ അടക്കം കണക്കാക്കിയാൽ ഒരു മെഗാവാട്ടിന് ശരാശരി 15 കോടി രൂപയെങ്കിലും വരും എന്നതാണ് ഇപ്പോഴത്തെ കണക്ക്. മറുവശത്ത് നോക്കുക, താപനിലയത്തിന്റെ വില, നിർമ്മാണ ചെലവ് 3 കോടി രൂപയാണ്, അല്ലെങ്കിൽ 4 കോടിയാണ്. അപ്പൊ ഉൽപാദനത്തിൽ ഒരു നിലയം നിർമ്മിക്കുമ്പോൾ തന്നെ 4 ഇരട്ടി പണം വേണം. ഇപ്പൊ നമുക്കറിയാം, കായംകുളം താപനിലയം ഇപ്പൊ നമുക്കൊക്കെ പവർ കട്ട് ഉണ്ട്, ലോഡ് ഷെഡിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോൾ പോലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കായംകുളത്തെ മുഴുവൻ വൈദ്യുതിയും എടുക്കുന്നില്ല. എന്താ കാര്യം? വില കൂടുതലാണ്. പകുതി വൈദ്യുതി തമിഴ്നാടിന് കൊടുക്കുകയാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കായംകുളത്ത് പകുതി, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇവിടെ ഉണ്ടെങ്കിൽ ആർക്കു വേണ്ടി പരിശോധിക്കാം, കായംകുളത്തെ ഉൽപാദന ശേഷിയുടെ പകുതി ഈ ദിവസവും നമ്മൾ തമിഴ്നാട്ടിന് കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് വേണമെങ്കിൽ മുഴുവൻ എടുക്കാം. എന്താ മുഴുവൻ എടുക്കാത്തത്? മുഴുവൻ എടുത്താൽ ഒരു യൂണിറ്റിന് 10 രൂപ 12 രൂപ വരും. കായംകുളത്ത്
എങ്കിൽ ഇതിന്റെ വില എത്രയാവും? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇറക്കുമതി ചെയ്ത ഇന്ധനമാണ്. മൂന്നാമത്തെ കാര്യം, ഈ ആണവ നിലയം മറ്റു നിലയങ്ങൾ പോലെയല്ല, ഒരുപാട് കാലം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനം കഴിഞ്ഞ് ഈ നിലയം നമുക്ക് പൂട്ടി പോരാൻ പറ്റില്ല, ഇടിച്ചു തകർക്കാൻ പറ്റില്ല. ഒരു പ്രോസസ് ഉണ്ട്, ഡീകമ്മീഷനിങ്. കാരണം ഇതിനകത്ത് അനേക സഹസ്രാബ്ദങ്ങൾ അപകടകരമായ മാലിന്യങ്ങൾ, റേഡിയേഷൻ മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതാണ്. ഇത് ഡീകമ്മീഷൻ ചെയ്യാൻ 10 വർഷം വേണം. ഒരു ആണവ നിലയം ഡീകമ്മീഷൻ ചെയ്യാൻ 10 വർഷവും ആ നിലയത്തിന്റെ നിർമ്മാണ തുക ഏതാണോ ഏതാണ്ട് അത്ര തന്നെയും വേണം. 1000 മെഗാവാട്ട് നിലയം ഇപ്പോൾ നിർമ്മിച്ച് 30 വർഷം കഴിഞ്ഞ് ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നാം മുടക്കിയ പണം അന്ന് അത് ഡീകമ്മീഷൻ ചെയ്യാൻ വേണം. കാരണം ഇത് ചെറിയ പണിയല്ല. മാത്രമല്ല, ഇപ്പോൾ ലോകം ആണവ നിലയത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്താ? ആണവ മാലിന്യങ്ങൾ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും എന്ന ചോദ്യത്തിന് അമേരിക്കയ്ക്ക് പോലും ഇപ്പോൾ മറുപടിയില്ല. കാരണം നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്ന ഏറ്റവും കൂടിയ ഇടങ്ങൾ, നിങ്ങൾക്കുണ്ടാകാവുന്ന അറകൾ, അവയുടെ കാലാവധി കോൺക്രീറ്റ് ആവാം, സ്റ്റീലാവാം, ലെഡാവാം, എന്ത് വേണമെങ്കിലാവാം, കൂടി വന്നാൽ 3000 വർഷമാണ്. പക്ഷെ അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ 20,000-വും 40,000-വും വർഷം റേഡിയേഷൻ ഉള്ളതാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഈ അറകൾ പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് ഇന്ന് അമേരിക്കക്കാർക്ക് പോലും മറുപടിയില്ല. അതുകൊണ്ട് ഇത് മാലിന്യം സ്ഥാപിക്കാൻ ഇപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് സൈറ്റിൽ പോയി ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ അമേരിക്ക നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആണവ മാലിന്യ ശേഖരണിയുടെ ഡിസൈൻ പ്രാഥമികമായി വന്നിട്ടുണ്ട്. അതിലവർ പറയുന്നത് ശാന്തസമുദ്രത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് 5000 മീറ്റർ താഴെ കുഴി കുഴിച്ച് അറകളുണ്ടാക്കി സൂക്ഷിക്കുക. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, കഴിഞ്ഞ 3 മില്യണിയമായി, സഹസ്രാബ്ദമായി ഭൂചലനമുണ്ടാവാത്ത സ്ഥലമായിരിക്കണം. കാരണം നമുക്കറിയാം, നമ്മൾ സുനാമി കണ്ടതാണ്, കടലിനടിയിലാണ് ഭൂചലനം ഉണ്ടാവുന്നത്. ആ ഭൂചലനം ഉണ്ടായാൽ ഒരു സംശയവുമില്ല, ഈ സാധനം രാത്രിക്ക് രാത്രി നമ്മുടെ കടൽ തീരത്തെത്തും എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഇത് വന്നാൽ എന്താ കുഴപ്പം? ഇത് വന്നാൽ മറ്റു മാലിന്യം പോലെയല്ല. മറ്റു മാലിന്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റില്ല. ഇത് യാതൊരു രാസപ്രവർത്തനവും സാധ്യമല്ല. ശരീരത്തിൽ കയറിയാൽ, എന്റെ ശരീരത്തിൽ കയറിയാൽ ഞാൻ മരിച്ചാലും ഇത് മരിക്കില്ല, അടുത്ത ശരീരത്തിലേക്ക് ഇത് കയറും. അത് മനുഷ്യന്റെ ആവാം, മൃഗങ്ങളുടെ ആവാം, സസ്യങ്ങളുടെ ആവാം, വെള്ളത്തിലാവും, വായുവിലാവാം. ഇതൊന്നും ഞാൻ പറയണതല്ല. ആണവ മാലിന്യ സംസ്കരണത്തിനൊരു പദ്ധതിയില്ല. അമേരിക്കക്കാർ കണ്ടെത്തിയ പദ്ധതിയുടെ ഏറ്റവും കുറഞ്ഞ ചിലവെന്ന് പറയുന്നത് $70,000 കോടി ആണ്. ഇത് വെറും എസ്റ്റിമേറ്റ് ആണ്. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇന്ത്യക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യ എത്ര കോടി ഡോളർ അതിന് ചിലവാക്കണം? അതിന് സാങ്കേതികവിദ്യ നമ്മുടെ കയ്യിൽ അത് അവന്റെ മേടിക്കണം. അതുണ്ടാക്കാൻ നാം ചെലവാക്കുന്ന പണം എന്ന് പറയുന്നത് നാളിതുവരെ നാം ഊർജത്തിനായി ചെലവാക്കിയ മുഴുവൻ പണത്തേക്കാൾ കൂടുതലാണ്. എന്നിട്ടോ 6% ഊർജമാണ് നമുക്കുണ്ടാവുന്നത്. ഇത് അതുകൊണ്ടാണ് 1979 മുതൽ അമേരിക്കയിലോ ഫ്രാൻസിലോ ബ്രിട്ടനിലോ ഒരൊറ്റ പുതിയ ആണവ നിലയങ്ങൾക്ക് പോലും ലൈസൻസ് കൊടുക്കാത്തത്. അമേരിക്ക സമ്മതിക്കില്ല, അവരിപ്പോ ആണവ നിലയങ്ങൾ കൊടുക്കില്ല. കാരണം അവർക്കറിയാം ഇതിന്റെ ചെലവെന്താണെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ കരാറ് വന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം 79 മുതൽ ഇതുണ്ടാക്കുന്ന കമ്പനികൾ ജനറൽ ഇലക്ട്രിക്, വെസ്റ്റിംഗ് ഹൗസ്, ബെക്ടെൽ തുടങ്ങിയവർ ഏതാണ്ട് കുഴപ്പത്തിലാണ്. അവരെ രക്ഷിക്കുക എന്ന പ്രാഥമികമായ ജോലിയാണ്. അവർക്ക് 4 ലക്ഷം കോടി രൂപയുടെ ഓർഡർ അടുത്ത 10 വർഷത്തിനകം ഉണ്ടാക്കി കൊടുക്കുക എന്ന ജോലിയാണ് ജോർജ് ബുഷ് ചെയ്യുന്നത്.